ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സിം റൗട്ടറാണ്. ഈ ഒരു ഫൈബറിൻ്റെ 4G വൈഫൈ റൗട്ടറാണ്. ഇത് 5G സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിം റൗട്ടറാണിത്. അപ്പോൾ സിം റൗട്ടർ നമുക്കറിയാം നോർമലി യൂസ് വരുന്നത് CCTV ക്യാമറകൾക്കൊക്കെ DVRനൊക്കെ ഒരു നെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് വൈഫൈ ബ്രോഡ്ബാൻഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ CCTV ക്യാമറയ്ക്കൊക്കെ ഒരു നെറ്റ് പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്താത്ത സ്ഥലങ്ങളിൽ നമുക്കൊരു സിം ഉപയോഗിച്ച് ഈ സിം റൗട്ടറുകൾ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ വൈഫൈ നമുക്ക് ആ ഒരു സിം റൗട്ടറിലൂടെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ റൂറൽ ഏരിയകളിലൊക്കെ നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്താത്ത ഏരിയകളിലും ഈ ഒരു സിം റൗട്ടർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷനും ഫുൾ വീഡിയോ നമുക്കിന്ന് നോക്കാം. അതായത് എങ്ങനെ ഇത് ആക്ടിവേറ്റ് ചെയ്യണം, എത്രത്തോളം സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ബാക്കിയെല്ലാം നോക്കാം. ഇതൊരു സിംഗിൾ ബാൻഡ് റൗട്ടറാണ്. ഇത് ഏറ്റവും ഫൈബറിൻ്റെ ഈ ഒരു മോഡൽ ഏറ്റവും നന്നായിട്ട് തന്നെ പോകുന്ന ഒരു മോഡലാണ്. പിന്നെ വരുന്നത് TP-Linkൻ്റെയാണ്. അത് കുറച്ച് ഹൈ എൻഡ് പ്രൊഡക്റ്റാണ്, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പിന്നെ ഒരു സിംഗിൾ ബാൻഡ് റൗട്ടറാണ്, അതുകൊണ്ട് തന്നെ ഒരു 40 MHz ബാൻഡ് വിത്താണുള്ളത്. പിന്നെ 12 വോൾട്ട് DC അഡാപ്റ്ററാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 3 ആൻറ്റിന വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. 3 ആൻറ്റിന, പിന്നെ ഒരു ലാൻ പോർട്ട് വരുന്നുണ്ട്. പിന്നെ നാനോ സിം, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നാനോ സിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൈ സ്പീഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് ഹോം യൂസ് പർപ്പസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിം റൗട്ടറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു വൈഫൈ കണക്ടിവിറ്റി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എപ്പോഴും സിം റൗട്ടറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് തന്നെയാണ്. നമുക്ക് ബ്രോഡ്ബാൻഡിൽ കിട്ടുന്ന ഒരു സ്പീഡ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് നോക്കുന്ന ഈ വീഡിയോയിൽ അത് കോൺഫിഗറേഷൻ ചെയ്താൽ നമുക്ക് എത്രത്തോളം സ്പീഡ് കിട്ടും എന്ന് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ പ്രൊഡക്റ്റ് ടാഗിലും ഞാനത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷനും അതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്റർ വന്നിട്ട് എത്ര വോൾട്ടാണ്? 12 വോൾട്ട് 1 ആംപിയർ. 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ് ഇതിൻ്റെ വരുന്നത്. ഫൈബറിൻ്റെ തന്നെ അഡാപ്റ്റർ. അതിന് പുറമെ ഇതിനകത്തൊരു കോഡുണ്ട്, ഒരു പാച്ച് കോഡുണ്ട്. ഈ ഒരു അഡാപ്റ്ററിൻ്റെ ബോക്സിൽ തന്നെ ഇതിൻ്റെ ഒരു പാച്ച് കോഡുണ്ട്. പിന്നെ റൗട്ടർ, ഈ കാണുന്നതാണ് നമ്മുടെ റൗട്ടർ. അതായത് 3 ആൻറ്റിനയൊക്കെ ആയിട്ടൊക്കെ വരുന്ന ഒരു റൗട്ടറാണിത്. ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലൊക്കെ ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ വരുന്നത്. ഫൈബർ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ LTE പവർ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിന് പുറമെ ഇവിടെ സിം ഇടാനുള്ള ഈ ഒരു സ്ലോട്ട്, ഈ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു റീസെറ്റ് ഹോളും കൊടുത്തിട്ടുണ്ട്. സിം ഇടാനുള്ള ഒരു പോർഷനും ഉണ്ട്. ഇതാണ് ഒരു ലോറോ ലുക്ക്. നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതിന് നമുക്കൊരു സിം ഇടണം. സിം ഇട്ടിട്ട് വേണം അത് കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു RJ45 ലാൻ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലാൻ പ്ലസ് വാൻ ആണ്. അതായത് നമുക്ക് എതർനെറ്റിൽ നിന്ന് ഇൻപുട്ട് എടുത്ത് ഇതിനകത്ത് ഒരു റൗട്ടർ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്ന പോലെ റൗട്ടറായിട്ട് ഉപയോഗിക്കാൻ ചെയ്യാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലാൻ പ്ലസ് വാൻ എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്റ്റൻഡർ പോലെ ഉപയോഗിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു റൗട്ടറായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ലാൻ കൊടുക്കാനുള്ള, അതായത് ഇതിനകത്ത് സിം ഇട്ടിട്ട് ഇതിൽ ലാൻ എടുത്ത് ഔട്ടായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ഇന്നായിട്ട്, അതായത് വേറെ മോഡത്തിൽ നിന്ന് ഇന്നായിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇതൊരു എക്സ്റ്റൻഡർ പോലെ ഉപയോഗിക്കാനുമായിട്ട് ഈ ഒരു റൗട്ടർ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഫീച്ചറുകളിൽ ഒന്നാണ്. 12 വോൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DC അഡാപ്റ്ററിൻ്റെ ഒരു പിന്നും കൊടുത്തിട്ടുണ്ട്. ഒരു ടെലഫോണിൻ്റെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെലഫോൺ. പക്ഷേ അത് ഓപ്പൺ അല്ല, അത് നോർമലി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ടായിരിക്കണം അതിനൊരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെലഫോണിൻ്റെ. അതായത് RJ11 ഒരു പോർട്ടായിരിക്കണം ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ 4G വയർലെസ് റൗട്ടറിൻ്റെ ബാക്കി ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്.
ആദ്യം തന്നെ നമുക്ക് ആ സിം റൗട്ടറിൽ സിം ഇടാം. ഇതിപ്പോൾ ഒരു സിമ്മാണ്, ആക്റ്റീവായിട്ടുള്ള സിമ്മാണ്. അപ്പോൾ സിമ്മ് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പവർ ഓൺ ചെയ്യുക, അഡാപ്റ്റർ ഓൺ ചെയ്യുക. അഡാപ്റ്റർ ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം പവറിൻ്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സിമ്മ് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആവണം. ഒരു ശബ്ദം കേൾക്കും. നമ്മൾ ഒരു കറക്റ്റായിട്ടത് ഇൻസേർട്ട് ആകുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഏത് കറക്റ്റായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യുക അതിനകത്ത്. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു 4Gയുടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്, ഇങ്ങോട്ട് കാണാം. അപ്പം നിലവിൽ നമ്മളിത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് തന്നെ ഇതിൻ്റെ വൈഫൈ ഇവിടെ കാണിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. ഇത് 4G Mini 9D C7, അത് ഈ ഒരു റൗട്ടറിൻ്റെ വൈഫൈ ആണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അതിനകത്തൊരു കണക്ട് ചെയ്യാം. കണക്ട് കൊടുക്കുമ്പോൾ അവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും, പുറകിലുണ്ട് പാസ്വേഡ്. ഇതിനകത്ത് കാണുന്ന പാസ്വേഡാണ് 1 തുടങ്ങി 8 വരെയാണ് പാസ്വേഡ് ഇവിടെ കാണുന്നത് വൈഫൈയുടെ. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. നോ ഇൻ്റർനെറ്റ് ആണ് നമ്മളത് കോൺഫിഗർ ചെയ്തിട്ടുള്ള. ഇപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ ബ്രൗസർ പേജിൽ കയറാനായിട്ട് ക്രോം ഓപ്പൺ ചെയ്യാം, ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു IP അടിച്ചു കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു ഗേറ്റ് വേ IP, അതായത് റൗട്ടറിൻ്റെ ഒരു IP അടിച്ചു കൊടുത്തിട്ട് വേണം നമുക്കത് കോൺഫിഗറേഷൻ ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ 192.168.100.1 ആണ് ഇതിൻ്റെ IP ഗേറ്റ് വേ IP അഡ്രസ്സ് വന്നിട്ട് അതാണ്. അപ്പോൾ അത് നമുക്ക് ബ്രൗസറിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. 192.168.100. ആണ് കേട്ടോ, 100.1 എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലോഗിൻ പേജ് വന്നിട്ടോ, 4G LTE റൗട്ടർ ലോഗിൻ പേജ്, യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ലോഗിൻ പേജ് വന്നു. അപ്പോൾ 192.168.100.1 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ പേജ്. അപ്പോൾ ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നോക്കണം നമ്മളപ്പോൾ. യൂസർ നെയിം പാസ്വേഡ് അഡ്മിൻ ആണ്, രണ്ടിൻ്റെയും അഡ്മിൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിൻ തന്നെ കൊടുക്കുക, സ്മോൾ ലെറ്റർ അഡ്മിൻ ലോഗിൻ ചെയ്യുക. അഡ്മിൻ കൊടുത്തപ്പോൾ തന്നെ ലോഗിൻ ആയപ്പോൾ ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഡിവൈസ് ഇൻഫോ കാണിക്കുന്നുണ്ട്, നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്, വൈഫൈ സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്, റൗട്ടർ സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്, അഡ്വാൻസ് സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്, ഡിവൈസസ് കണക്റ്റഡ് ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്, പിന്നെ ഓവർവ്യൂ കാണിക്കുന്നുണ്ട്, മൊബൈലാണ്, ISP കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോഴും വൈഫൈ വന്നിട്ടില്ല, നോ ഇൻ്റർനെറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. ഇതിൽ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ നെറ്റ്വർക്ക് മോഡ് 4G 3G 4G ആണോ നോക്കുക. 4G തന്നെയാണ് കിടക്കുന്നത്, നമുക്ക് 4G തന്നെ കൊടുക്കാം. സബ്മിറ്റ് ചെയ്യുക, സക്സസ്ഫുൾ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിട്ട് വൈഫൈ സെറ്റിങ്സ് നോക്കുക. വൈഫൈ സെറ്റിങ്സിൽ ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന ഒരു വൈഫൈ പേരും കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് വൈഫൈയുടെ പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. വൈഫൈ റൗട്ടർ കാണിക്കാം, വൈഫൈ റൗട്ടർ എന്നിടാം. പാസ്വേഡ് 1 തുടങ്ങി 8 വരെ. വൈഫൈ ചാനൽ ഓട്ടോ
ഇതൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പേജ് ഇപ്പോൾ കട്ടാവും നമ്മൾ വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന പുതിയ പാസ്വേഡിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് കട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിനകത്ത് കണക്ട് ചെയ്യാം. പാസ്വേഡ് ഒന്നുകൂടി കെട്ടത് തന്നെയാണ് അതിൻ്റെ ഇട്ടേക്കുന്നത്. പാസ്വേഡിൽ അത് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കണക്റ്റഡ് ആയിട്ടോ, അതായത് വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പേരിൽ ഈ ഒരു സിം റൗട്ടർ നമ്മളിവിടെ സിം ഇട്ടിട്ടുണ്ട്. ആ സിം റൗട്ടറിൽ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നോർമലി നമ്മൾ ഇൻ കേസ് ഇത് കണക്റ്റഡ് ആയില്ല, നമ്മളിത് സിം ഇട്ടിട്ടും ഇതുപോലെ ഈ നോ ഇൻ്റർനെറ്റാണ് കാണിക്കുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ പവർ ഒന്നൂരി, ഈ ഒരു അഡാപ്റ്റർ ഒന്നൂരി ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്യുക, അതായത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇത് കണക്റ്റഡ് ആയിക്കോളും. ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞ പേര് തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്പീഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, എത്രത്തോളം സ്പീഡ് കിട്ടുന്നുണ്ടെന്ന്. സ്പീഡ് ടെസ്റ്റ് ആണല്ലോ മെയിൻ. അതായത് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഉക്ലയുടെ തന്നെ ചെയ്യാം. എത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗോ കൊടുക്കാം. ഇപ്പോൾ കാണാം നമുക്ക് എത്ര സ്പീഡ് ഉണ്ടെന്നുള്ളത്. 10 Mbps മോർ ദാൻ ഇനഫാണ് ഈ ഒരു സിം റൗട്ടറിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം 10 Mbps സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ്. നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്ലേ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത്രയും സ്പീഡ് കിട്ടും. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പീഡാണ് കിട്ടുന്നത്. ഡൗൺലോഡ് അത്ര തന്നെ കിട്ടി. പക്ഷേ അപ്ലോഡ് കുറവാണ് കാണിക്കുന്നത്. അപ്ലോഡ് 1 Mbps 2 Mbps ആണ്. ഇത് ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ ഏരിയ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറച്ചും കൂടി റേഞ്ചുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ഒരു റൗട്ടർ വയ്ക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ്പീഡ് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. വൈഫൈ സെറ്റിങ്സിൽ ഇത് മാറ്റാം. ഇപ്പോൾ സൈൻ ഔട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അഡ്മിൻ അടിച്ച് ഒന്ന് കയറേണ്ടി വരും. അഡ്മിൻ അടിക്കുക. അഡ്മിൻ എൻ്റർ ചെയ്യുക. അഡ്മിൻ എൻ്റർ ചെയ്ത് ഇത് ഒന്നുകൂടി കയറുക. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. വൈഫൈ സെറ്റിങ്സിൽ നമുക്ക് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സെറ്റിങ്സ് ഉണ്ട്. റൗട്ടർ സെറ്റിങ്സ് ഉണ്ട്. റൗട്ടറിൽ പറഞ്ഞാൽ നമുക്ക് ഡിവൈസസ് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിവൈസ് മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ, ബ്ലോക്ക് ചെയ്യാനുണ്ട്. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിൽ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് എടുത്തിട്ട്, അതായത് ഒരു എക്സ്റ്റൻഡർ പോലെയും നമുക്ക് ഈ ഒരു ലാൻഡ് പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് വേറെ സെറ്റിങ്സ് ഒന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റൗട്ടർ ഈ ഒരു വൈഫൈ റൗട്ടർ ഒരു സിം റൗട്ടറിനെ നിങ്ങൾക്കത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡുള്ള വീഡിയോസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസുകൾക്കായിട്ട് വീണ്ടും കാണാം. ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.